അപ്പോൾ എങ്ങനെയാണ് ശബരി, നീ സൂതൻ ജയിലിന് സൂതനെ ഇറക്കൂല? എൻ്റെ കൊക്ക് ഇതാ ഇവിടെ, ഈ കൊക്ക് ഉണ്ടല്ലോ, കൊക്കിന് അങ്ങനെയാണല്ലോ അല്ലല്ലേ? കോൺഗ്രസ്സുകാർ മാത്രമാണോ ഈ കൊക്കിനെ പറയുന്നത്? അതോ നമ്മളൊക്കെ പറയുന്ന കൊക്ക് ഈ കൊക്കാണല്ലേ? ജീവനെ നഷ്ടപ്പെടുത്തുന്ന കൊക്ക്. കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ സുഗതനെ ഇറക്കൂല. ആരടുത്ത് പറയും? PD സതീശൻ്റെ അടുത്തും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടുത്തും പറഞ്ഞ് ഞാൻ സുഗതനെ ഇറക്കൂല. എടാ, സുഗതൻ ചെയ്ത തെറ്റെന്തോന്നാണ്? അവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അവിടെ ഈ തിരുവനന്തപുരത്തുണ്ടല്ലോ, ഇപ്പം പാളയം മാർക്കറ്റിലൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് മണ്ഡപങ്ങളും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ അവന്മാർ വിറ്റ് തിന്ന് കീശയിലാക്കിയതുപോലെ ഈ വട്ടിയൂർക്കാവ് സ്ഥലത്ത് കുറേ ക്രിമിനലുകൾ, അവന്മാരുടെ ഇടത്താവളമായിരുന്നു ഈ വാർഡ്. ആ വാർഡിൽ അവിടെ ആ ഏരിയയിൽ ഒരു മെമ്പറായിട്ട് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പണി ചെയ്യണം. അങ്ങനെ പിടിച്ചെടുത്ത സമയത്ത് യവന്മാരെയൊക്കെ കുരുപൊട്ടി. അല്ലെങ്കിൽ BJP എവിടെയെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ യവന്മാരെ കുരുപൊട്ടുമല്ലോ. അപ്പോൾ എന്തായാലും സുഗതന് ജാമ്യം കിട്ടി എന്നുള്ള വാർത്ത ആദ്യമേ ഞാൻ ആരെ അറിയിക്കുന്നു? ശബരി അറിയിക്കുന്നു. എന്തായാലും ശബരിയും സംഘമൊക്കെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കളിച്ച നാടകം, ഈ സൂതനെ ഇറക്കാതിരിക്കാൻ മിനിറ്റ്സ് വലിച്ചു കയറുക, സൂതനെ ഇറക്കാതിരുന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തിരുവനന്തപുരത്തിന് അങ്ങ് ഭാരിച്ച് മുടിക്കാം അല്ലേ? നടന്നില്ലല്ല ശബരി. അപ്പോൾ ചുമ്മാ ഈ നാവിൽ എല്ലില്ല എന്നാണ് എല്ലാവരും പറയണത് കേട്ടോ. എല്ലില്ല. ആ എല്ലില്ലാത്ത നാവ് കൊണ്ട് ഇങ്ങനെ വള്ള തരത്തിന് എവിടെ പോയി തരത്തിന് കളിച്ചാൽ മതി. ഇത് BJP ആണ്. ഒരാളുടെ മുഖമോ ഒരാളുടെ പ്രവർത്തന ശൈലിയോ ഒരു നേതാവിനെയോ നോക്കി വളർന്നു വന്നവരല്ല നമ്മുടെയൊക്കെ. RSS എന്ന 3 അക്ഷരത്തിലൂടെ ആ പ്രവർത്തന ശൈലിയാണ്. അതുകൊണ്ട് നേതാക്കന്മാർ മാറി ഏത് നേതാവും വന്നു പോകും. അവന്മാരുടെ വാലിൽ പിടിക്കാനോ അവരുടെ മുണ്ടിൽ പിടിക്കാനോ അവരോടൊപ്പം നടക്കാനോ നമ്മൾ തയ്യാറായില്ല. നമ്മുടെ പ്രവർത്തനം നോക്കിക്കാണും. നീയൊക്കെ കൂടെ ഇങ്ങനെ സുഗതനെ ഇപ്പോൾ കാപ്പ കേസ്, എൻ്റെ അമ്മോ, രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ കാപ്പ കേസ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വല്ല നടക്കും. ഞാനും ഒരുപാട് സമരത്തിന്, യുവമോർച്ചയുടെ ഒരുപാട് സമരത്തിന് പോയിട്ടുണ്ട്. ഞാനിപ്പം തുറന്നു പറഞ്ഞാൽ എന്നെ കാപ്പാസ് കേസിൽ കൊടുക്കില്ല. 100-ൽ പരം കേസുകളുണ്ട്. എന്തെന്നറിയോ? ഒന്ന് വ്യക്തിപരമായിട്ടുള്ളടുത്ത കേസൊന്നും, എല്ലാം സമരമായിരുന്നു. നിരവധി ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ശബ്ദമായി മാറിയ യുവമോർച്ചയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിന് ഒരുപാട് കേസുണ്ട്. ഒരുപാട് കേസ് ഈ പാറശാല, വെള്ളറട, മാരായംപൊട്ട്, തിരുവനന്തപുരത്ത് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിലും പട്ടത്തും അതുപോലെ തന്നെ എല്ലായിടത്തും കേസുണ്ട്. സമരം ചെയ്തതിനാണ്. ആ സമരം ചെയ്തതിനൊക്കെ നിങ്ങൾ കാപ്പ കേസിലൊക്കെ അങ്ങ് കുടുക്കി അങ്ങ് ചട്ടിക്കകത്തിട്ട് ഉള്ള കാലം മൊത്തം ഇടാമെന്ന് വിചാരിച്ചല്ലേ? ഇവിടെ നിയമവും കോടതിയും അവരൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറമൊന്നുമല്ല ഇവിടെ കോൺഗ്രസും CPM ഒന്നും. അപ്പോൾ ആദ്യം മനസ്സിലാക്കണം, തെറ്റ് ചെയ്തവന് മാത്രമേ തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കുമെന്നും, തെറ്റ് ചെയ്തവൻ മാത്രം പേടിച്ചാൽ മതി. തെറ്റ് ചെയ്തവൻ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ ലാസ്റ്റായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സുഗതൻ ഇറങ്ങി. ആരിറങ്ങി? വാഴോട്ടുവിള വാർഡ് മെമ്പർ സുഗത ഇറങ്ങി. BJPയുടെ ചുണക്കുട്ടി ഇറങ്ങി. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടമിട്ട് ആ പാവത്തിനെ കൊടുക്കാൻ കുറേ ഓട്ടിച്ചു. അങ്ങനെ കിടുങ്ങുന്നവനല്ല BJP. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, എത്ര വട്ടമിട്ടാലും കിടുങ്ങൂല നമ്മൾ. അപ്പോൾ എന്തായാലും ശബരി നാഥേ, നിൻ്റെ കൊക്കിന് ജീവെടുത്തോളം കാലം നടക്കൂല എന്ന് പറഞ്ഞു. ഇപ്പോൾ കൊക്കുകളൊക്കെ ഇനിയിപ്പം ചത്ത് പൊങ്ങുമായിരിക്കും അല്ലേ? ശരി, ബൈ.